ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്കാണ്. ഫ്രൂട്ട് കേക്ക് പ്ലം കേക്ക് എന്നൊക്കെ പറയും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതിനാദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം ജാതിക്കയും, ഒരു 2-3 ഏലക്കയും, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും, 2-3 കറിയാമ്പൂവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/2 കപ്പ് റെഡ് വൈനും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡ് വൈന് പകരം ഗ്രേപ്പ് ജ്യൂസോ അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസോ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു
കേക്ക്സ് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് നമുക്കൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ബട്ടറിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1-2 ബാച്ചായിട്ടിട്ട് പതുക്കെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന് ഇത് ബീറ്റർ വെച്ച് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ, ഒരു ക്രീമി ടെക്സ്ചർ വരുന്നവരെ മിക്സ് ചെയ്യാം. തെറിക്കാതിരിക്കാൻ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് 3 പേണ ആവശ്യം. അത് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കുന്നതിലേക്ക് നല്ലത് ഓരോന്നോരോന്നായി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.